നബീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തള്ളി. പി ദിവ്യക്കെതിരായ കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിഖിൽ അളവൂർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നിഖിൽ, വീണ്ടും കുടുംബത്തിന് ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യം, എന്തൊക്കെയാണ് വിവരങ്ങളുള്ളത്? സംഗീത, ഇക്കാര്യത്തിൽ ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ, അതായത് കൃത്യമായ അന്വേഷണം നടത്തിയില്ല, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചില്ല, പി ദിവ്യയ്ക്ക് അനുകൂലമായ നിരവധി ലൂപ്പ് ഹോളുകൾ ഈ കുറ്റപത്രത്തിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ കുടുംബം ഈ ഹർജിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പരിഗണിച്ചതാണ്, അതെല്ലാം തന്നെ നേരത്തെ പരിശോധിച്ചതാണ് എന്നൊരു നിലപാടാണ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങളാണ്, അത് തന്നെയാണ് വീണ്ടും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൂടി കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പി ദിവ്യയുടെ കേസ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി ഇന്ന് പുറപ്പെടുവിച്ചത്. ഇതോടുകൂടി പി ദിവ്യയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നു എന്നതുകൂടിയുണ്ട്. കാരണം പി ദിവ്യയ്ക്ക് ഇനി ഈ കേസിലെ FIR ഉൾപ്പെടെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതികളെ സമീപിക്കാനാവും. ഈ കുടുംബത്തിന് പക്ഷേ ഈ വാദങ്ങൾ, അതായത് ഈ പറയുന്ന പി ദിവ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള പഴുതുകൾ കുറ്റപത്രത്തിലുണ്ട്, അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചില്ല തുടങ്ങിയ വാദങ്ങൾ സെഷൻസ് കോടതിയിൽ കൂടി ഉന്നയിക്കാനുള്ള അവസരം ലഭിക്കും എന്ന കാര്യം കൂടിയുണ്ട്. ശരി നിഖിൽ.